ആലപ്പുഴ ചക്കളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഇന്ന് രാവിലെ 9-ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ദീപം പകരും. അശ്വിൻ പാലാരിയാണ് ചക്കുളത്തുകാവിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഭക്തിസാന്ദ്രമാണ് ഈ 2 ജില്ലകളിലെയും പല പ്രദേശങ്ങളും. മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ വരുന്ന ദിവസം കൂടിയാണ്. ചടങ്ങുകൾ എങ്ങനെയാണ്? ക്രിസ്റ്റീന ഹാഷ്മി, എന്തായാലും വലിയ തിരക്കിപ്പോൾ ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തുമായി ഉണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആളുകളുടെ ഒഴുക്ക് ക്ഷേത്രത്തിലേക്ക് തുടങ്ങിയതാണ്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും അമ്പലത്തിലേക്ക് പ്രത്യേക സർവീസുകൾ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്ക് മുൻവർഷത്തേക്കാൾ കൂടുതലായി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ സംഘാടകർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. മുൻവർഷത്തേക്കാൾ വലിയ തിരക്ക് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 9 മണിയോടുകൂടിയാണ് കെടാവിളക്കിൽ നിന്ന്, ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്ന് ഈ പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. അതിനുശേഷം ഈ ഭക്തിനിർഭരമായ പൊങ്കാലയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. 5 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് പുറത്തേക്കും ഈ ഭക്തരുടെ നീണ്ട നിരയുണ്ട്. അത് പൊങ്കാലക്കലങ്ങളുമായി ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ആളുകളെത്തി അവരുടെ സ്ഥലം ഉറപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. എന്തായാലും 9 മണിക്ക് പണ്ടാരടുപ്പിലേക്ക് തീ പടർന്നതിന് ശേഷം സാംസ്കാരിക സമ്മേളനമുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഈ പൊങ്കാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പന്നീർസെൽവം ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. അങ്ങനെ വിപുലമായൊരു സാംസ്കാരിക സമ്മേളനം കൂടി ഈ പൊങ്കാലയ്ക്ക് സമാനമായി നടക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നടക്കുന്നുണ്ട്. വൈകുന്നേരവും ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. അതിൽ പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്, മന്ത്രി സജി ചെറിയൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മുഴുവൻ അമ്പലവും ഈ ഭാഗവും ചക്കുളത്തുകാവ് പ്രദേശവും എല്ലാം ഭക്തിനിർഭരമായിരിക്കും. ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആകാശ ദൃശ്യങ്ങളിൽ അമ്പലത്തിന് ചുറ്റും പടർന്നിരിക്കുന്ന ഭക്തരുടെ നീണ്ട നിര നമുക്ക് കാണാനാവുന്നുണ്ട്. എന്നാലും സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന അമ്പലമാണ്. ഒപ്പം സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. ഈ ചടങ്ങുകളുടെ ഭാഗമായി പൊങ്കാല കഴിയുന്നതുവരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഇവിടെയുണ്ട്, ഒരു ആചാരം കൂടിയുണ്ട്. അത് പൊങ്കാലയ്ക്ക് ശേഷമായിരിക്കും സാധാരണ നിലയിലേക്ക് ക്ഷേത്രമൊക്കെ എത്തുക. എന്തായാലും വലിയ തിരക്ക് ക്ഷേത്രത്തിലും സമീപ പ്രദേശങ്ങളിലായി ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാരിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.